അർജുനെ കണ്ടെത്താൻ കഴിയാത്തതിൽ നിരാശ മറച്ചുവെക്കാതെ അർജുന്റെ കുടുംബം തെരച്ചിലിന് വേഗം പോരെന്ന് ആവർത്തിച്ച് അർജുന്റെ കുടുംബം രംഗത്തെത്തിയിരിക്കുകയാണ്. ആരെയും കുറ്റപ്പെടുത്താനില്ല. അർജുൻ മണ്ണിനടിയിൽ തന്നെ ഉണ്ടാകുമെന്നാണ് അവർ പറയുന്നത്. അർജുനെ കണ്ടെത്തിയ ശേഷം മാത്രമേ ഷിരൂർ വിടൂ എന്ന് ബന്ധുക്കൾ അറിയിച്ചതായും അർജുന്റെ സഹോദരി പ്രതികരിച്ചു. ഇത്രയും നമ്മൾ കാത്തിരുന്ന് ഇനിയിപ്പോ അവന് ജീവനോടല്ലെങ്കിലും എന്തെങ്കിലും ഒരു ഇത്രയും ദിവസത്തെ ഞങ്ങൾ കാത്തിരിപ്പിനൊരിത് വേണമല്ലോ. മണ്ണിന്റെ അടിയിൽ പെട്ടുപോയി മാറ്റാൻ പറ്റില്ല, അല്ലെങ്കിൽ മലേന്റെ അടിയിലേക്ക് പോകില്ലല്ലോ. ആ അടിഞ്ഞ മണ്ണിന്റെ അടിയിലോ അല്ലെങ്കിൽ ആ പുഴയിലോ ഉണ്ടാവും അവനോ ആ വണ്ടി. അപ്പം അത് നമുക്ക് കിട്ടിയേ പറ്റൂ. ഇന്നിപ്പോ കരയിലും അതുപോലെ തന്നെ വെള്ളത്തിലും ഒരേപോലെ തന്നെ തെരച്ചിൽ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. സൈന്യം ഇറങ്ങുന്നുണ്ട്. കുറച്ചും കൂടി പ്രതീക്ഷ. അതായത് ഇന്നലെ വലിയ രീതിയിലുള്ള തെരച്ചിലും കാര്യങ്ങളും നടന്നിട്ടില്ല. അതിലൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാന്ന് തന്നെയാണ് നമ്മുടെ. പിന്നെ എല്ലാവരും നമുക്ക് വേണ്ടി അവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയാൻ പറ്റൂല. പക്ഷെ നമ്മുടെ ഭാഗത്ത് നമ്മൾ കേരളത്തിൽ നിന്നുള്ള ഒരുപാട് സഹോദരങ്ങളും എല്ലാവരും തന്നെ അവിടെ എത്തി നമുക്ക് വേണ്ടി അത്രയും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെയുള്ള ആളുകളാണെങ്കിൽ കൂടി നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ആരെയും നമ്മൾ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷെ ഞങ്ങളെയും കൂടി വിധി കൊണ്ടേയിരിക്കും ഇത് ഇത്രയും ലാഗിങ്ങും കാര്യങ്ങളും വന്നത്. ഞങ്ങളത് ആക്സെപ്റ്റ് ചെയ്യാണ്. സർക്കാരിന്റെ ഒരു ഫലപ്രദമായ ഇടപെടൽ തന്നെയല്ലേ കേരളത്തിൽ നിന്നുണ്ടാകുന്നത്? കേരളത്തിൽ നിന്നുള്ള സർക്കാരും പ്രതിപക്ഷമാണെങ്കിലും അല്ലെങ്കിൽ എല്ലാ പൊളിറ്റിക്സിന്റെ ഒരു രീതിയിലല്ല, നമുക്ക് എല്ലാവരും ഇവിടെ വന്നിട്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവരും നല്ല ഇടപെടലുണ്ടായിട്ടുണ്ട്. ആ ഒരു ഇടപെടലാണ് അവിടെ നമുക്ക് കാണാൻ പറ്റുന്നതും. പിന്നെ മീഡിയ നിങ്ങളിപ്പം എങ്ങനെയാ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന അറിഞ്ഞൂടാ. അത്രയും എന്റെ ഹസ്ബൻഡ് ആണെങ്കിലും അതാണ് പറയുന്നത്. മീഡിയ നമ്മുടെ കൂടെ അല്ലെങ്കിൽ നമുക്ക് ഇതൊന്നും അച്ചീവ് ആവില്ലായിരുന്നു. അപ്പം മീഡിയനോടൊരു ഇതുള്ളതുകൊണ്ടാണ് നമ്മുടെ എല്ലാവരും തന്നെ നമ്മുടെ കൂടെ നിൽക്കുന്നത്. ഇന്നും കൂടിയും നമുക്കൊരു തുമ്പ് കിട്ടിയില്ലെങ്കിൽ ഇനിയിപ്പം എന്ത് രീതിയിൽ അവന് കിട്ടുക അറിയില്ല. നമുക്ക് കാണാൻ പറ്റുമെന്നും അറിയില്ല. ഇനിയിപ്പം ഏതവസ്ഥയിൽ അവനെ കിട്ടുമെന്നും അറിയില്ല. ഏതായാലും അവർ ഇത്രയും കാലം അവിടെ നിന്ന് നമ്മൾ സ്ട്രഗിൾ ചെയ്ത്, നിങ്ങളെല്ലാവരും ഞങ്ങളെ കൂടെ നിന്ന് സ്ട്രഗിൾ ചെയ്ത്, അപ്പം നമുക്ക് എന്താണെങ്കിലും ഒരു ചെറിയൊരു തുമ്പ് അവന്റെ ഞാൻ പറയുന്നില്ല, ആ ഒരു ഇത് കിട്ടണം. ഇന്ന് നമുക്ക് അവരല്ലാതെ അവിടെ നിന്ന് തിരിച്ചു വരൂല, അവിടെ നിൽക്കുന്ന ആളുകളല്ലാതെ തിരിച്ചു വരൂല എന്നാ പറയുന്നത്. വേഗതയിലൊന്നും അവർക്ക് ഇന്നലെ കൂടിയും വിശ്വാസമല്ല. എന്തുകൊണ്ടാണ് ഇവർ ലാഗ് ചെയ്യുന്നത് നമുക്കറിയില്ല. പിന്നെ ഞങ്ങൾ പറഞ്ഞല്ലോ, നമുക്ക് ആരും കുറ്റപ്പെടുത്താനല്ല. കാരണം എല്ലാ സന്നാഹങ്ങളും നമ്മളൊരു ഈ ഒരു ഇടപെടലുകൊണ്ടും നിങ്ങളെല്ലാവരുടെയും ഇതുകൊണ്ടാണ് അവിടെ എത്തിയതും. നമുക്ക് അവരെങ്ങനെ കുറ്റം പറയുന്നില്ല, ആരെയും ഒന്നും സ്ട്രെസ് ചെയ്ത് പറയുന്നില്ല. നമുക്ക് എന്തായാലും ഇന്ന് അത്രയും നിങ്ങളെല്ലാവരും ഒരു സപ്പോർട്ട് വേണം. കാരണം അവിടെ തെരച്ചിലൊരു ചെറിയൊരു വിട്ടുവീഴ്ച എന്ന് വന്നാൽ നമുക്ക് എല്ലാ ഇതും നഷ്ടപ്പെടും. 7 ദിവസമായി, ഒരാഴ്ചയായി. അപ്പം വെള്ളത്തിലും കരയിലും ഒരേ മാതിരി തന്നെയുള്ള തെരച്ചിൽ നടത്തണം. എന്താണെങ്കിലും വണ്ടി അവിടെ ഉണ്ട്. ഇപ്പൊ GPS ലൊക്കേഷനിൽ നിൽക്കണം എന്നില്ലല്ലോ. അത്രയും വലിയ സ്ലൈഡ് വരുമ്പം മുന്നോട്ട് പോകും, നദിയിലേക്ക് പോകും, ഇടത്തോട്ട് പോകും. ബാക്കിയെല്ലാം നമ്മളൊരു ഹോപ്പാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യുമ്പോൾ അവ അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് എന്നുള്ളൊരു ഭയങ്കര വിശ്വാസമാണ്. വിശ്വാസങ്ങളൊക്കെ നമ്മളെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി മണ്ണിന്റെ അടിയിൽ തന്നെ ഉണ്ടാവാനാ സാധ്യത. കാരണം അത്രയും നീക്കം ചെയ്തിട്ടില്ല, ഇനി അത്രയും മണ്ണെടുക്കാണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് അർജുന്റെ സഹോദരിയുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. വലിയ പ്രതീക്ഷയിലായിരുന്നു ആ കുടുംബം ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ പോലും എന്നുള്ളതാണ്. ഇനി എങ്ങനെയെങ്കിലും അർജുനെ കിട്ടിയാൽ മതി എന്ന രീതിയിലേക്ക് അവരുടെ വാക്കുകൾ നീങ്ങുമ്പോൾ വലിയ വേദനയാണ് മലയാളികൾക്കാകെയുമുള്ളത്. നമുക്കൊപ്പം ശ്രീ